ഹലോ നമസ്കാരം. ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. തല അജിത്ത് നായകനെ അദിക് രവിചന്ദ്ര തിരക്കഥയിൽ സംവിധാനം ചെയ്ത് ഏപ്രിൽ 10 വിഷു റിലീസായി തിയേറ്ററിലെത്തിയ തമിഴ് സിനിമയാണ് ഗുഡ് ബാഡ് അഗ്ലി. ഹെവി പോസിറ്റീവ് അഭിപ്രായം നേടിയെടുത്ത ഈ സിനിമ രണ്ടാമത്തെ ഞായറാഴ്ച കൂടിയ ആദ്യ 11 ദിവസമാണ് ഇന്ന് പിന്നിടുന്നത്. ചിത്രത്തിന്റെ വ്യാഴാഴ്ച വരെയുള്ള ആദ്യ 8 ദിവസത്തെ തമിഴ്നാട് കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ 117 കോടി 50 ലക്ഷം രൂപയാണ് തമിഴ്നാട്ടിൽ നിന്ന് മാത്രം ഈ സിനിമ സ്വന്തമാക്കിയത്. 9-ാം ദിവസമായ വെള്ളിയാഴ്ച തമിഴ്നാട് കളക്ഷനായി 6 കോടി കളക്ട് ചെയ്ത ഈ സിനിമ 10-ാം ദിവസമായ ഇന്നലെ ശനിയാഴ്ച തമിഴ്നാട്ടിൽ നിന്ന് 6 കോടി 30 ലക്ഷം രൂപയാണ് സ്വന്തമാക്കിയത്. ടോട്ടൽ 10 ദിവസത്തെ ഈ സിനിമയുടെ തമിഴ്നാട് കളക്ഷൻ 129 കോടി 80 ലക്ഷം രൂപയാണ്. 11-ാം ദിവസമായ രണ്ടാമത്തെ ഞായറാഴ്ച കൂടിയായി ഇന്ന് ഈസ്റ്റർ ദിനത്തിലേക്ക് വന്നാൽ തമിഴ്നാട്ടിൽ 8 കോടിയോളം കളക്ഷൻ ഈ സിനിമ നേടിയെടുക്കാനാണ് സാധ്യത. അങ്ങനെ 11 ദിവസം കൊണ്ട് ഈ സിനിമ തമിഴ്നാട് കളക്ഷനായി 135 കോടിയോളം രൂപ കളക്ട് ചെയ്തിട്ടുണ്ട്. ആദ്യ 10 ദിവസം കൊണ്ട് വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷനായി 214 കോടി 50 ലക്ഷം കളക്ട് ചെയ്ത ഈ സിനിമ 11 ദിവസത്തെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷനായി പ്രതീക്ഷിക്കുന്നത് 225 കോടിക്ക് മുകളിലാണ്. ഏപ്രിൽ 10 തിയേറ്ററിലെത്തിയ വിഷു റിലീസ് ചിത്രങ്ങളിൽ വമ്പൻ തരംഗമായി മുന്നേറുന്നത് ആലപ്പുഴ ജിങ്കാന തന്നെയാണ്. ശ്രീനി ശശീന്ദ്രനോടൊപ്പം ഖാലിദ് റഹ്മാൻ തിരക്കഥയിൽ സംവിധാനം ചെയ്ത ഈ സിനിമ വമ്പൻ ബ്ലോക്ക് ബസ്റ്റർ വിജയത്തിലേക്കാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഖാലിദ് റഹ്മാൻ തന്നെ നിർമ്മിച്ച ഈ സിനിമയിൽ നസ്ലേൻ, ലുക്മാൻ ഗണപതി, സന്ദീപ് പ്രദീപ്, അനഘ രവി, ഫ്രാങ്കോ ഫ്രാൻസിസ് എന്നിങ്ങനെയാണ് താരങ്ങൾ. ചിത്രം 10-ാം ദിവസമായ ഇന്നലെ ശനിയാഴ്ച കേരള കളക്ഷനായി സ്വന്തമാക്കിയത് 2 കോടി 33 ലക്ഷം രൂപയായിരുന്നു. ടോട്ടൽ 10 ദിവസത്തെ ഈ സിനിമയുടെ കേരള കളക്ഷൻ 27 കോടി 91 ലക്ഷം രൂപയാണ്. 11-ാം ദിവസമായ ഇന്ന് ഞായറാഴ്ച ഈ സിനിമയുടെ കേരള കളക്ഷൻ 3 കോടിക്ക് മുകളിൽ തന്നെയാണ് പ്രതീക്ഷിക്കുന്നതും. അങ്ങനെ ആദ്യ 11 ദിവസം കൊണ്ട് 30-31 കോടി റേഞ്ചിലാണ് ആലപ്പുഴ ജിങ്കാന കേരള കളക്ഷൻ സ്വന്തമാക്കിയിട്ടുള്ളത്. അതേസമയം ചിത്രത്തിന്റെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷനിലേക്ക് വന്നാൽ ആദ്യ 10 ദിവസം കൊണ്ട് 47 കോടിയോളം കളക്ട് ചെയ്ത ഈ സിനിമ 11-ാം ദിവസമായ ഇന്ന് ഞായറാഴ്ചയോടെ ഈ സിനിമയുടെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ 52 കോടി റേഞ്ചിലാണ് എത്തി നിൽക്കുന്നത്. മമ്മൂട്ടി നായകനായി ടിനോ ടെന്നീസ് തിരക്കഥയിൽ സംവിധാനം ചെയ്ത് ഏപ്രിൽ 10 വിഷു റിലീസായി തിയേറ്ററിലെത്തിയ മലയാള സിനിമയാണ് ബസൂക്ക. ചിത്രം 10-ാം ദിവസമായ ഇന്നലെ ശനിയാഴ്ച കേരള കളക്ഷനായി കളക്ട് ചെയ്തത് 27 ലക്ഷം രൂപയാണ്. നിലവിൽ 12 കോടി 56 ലക്ഷം രൂപയാണ് ഈ സിനിമയുടെ 10 ദിവസത്തെ കേരള കളക്ഷൻ. ചിത്രത്തിന്റെ 11-ാം ദിവസവും ഈസ്റ്റർ ദിനം കൂടിയായി ഇന്ന് ഞായറാഴ്ച ഈ സിനിമയുടെ കളക്ഷനിൽ വർധനവ് സംഭവിച്ചിട്ടുണ്ട്. ഇന്ന് ബസൂക്കയുടെ കേരള കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് 45-50 ലക്ഷം റേഞ്ചിലാണ്. ഇതോടെ കേരള ബോക്സ് ഓഫീസ് കളക്ഷനായി ആദ്യ 11 ദിവസം കൊണ്ട് ബസൂക്ക നേടിയെടുത്തിരിക്കുന്നത് 13 കോടിക്ക് മുകളിലാണ്. സിനിമയുടെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് സംബന്ധമായ വ്യക്തമായ വിവരങ്ങളൊന്നും പുറത്തു വന്നിട്ടില്ലെങ്കിലും ചിത്രം 26 കോടിക്ക് മുകളിൽ കളക്ഷൻ നേടിയെടുക്കാനാണ് സാധ്യത. ബേസിൽ ജോസഫ് നായകനായി നവാഗതനായ ശിവപ്രസാദ് സംവിധാനം ചെയ്ത് ഏപ്രിൽ 10 വിഷു റിലീസായി തിയേറ്ററിലെത്തിയ മലയാള സിനിമയാണ് മരണമാസ്. ചിത്രത്തിന്റെ തിരക്കഥ തയ്യാറാക്കിയിട്ടുള്ളത് സംവിധായകനായ ശിവപ്രസാദും സിജു സണ്ണിയും ചേർന്നാണ്. ടോവിനോ തോമസ് നിർമ്മിച്ച ഈ സിനിമയിൽ രാജേഷ് മാധവൻ, സിജു സണ്ണി, ബാബു ആന്റണി, അനുഷ്മ അനിൽകുമാർ, സുരേഷ് കൃഷ്ണ എന്നിങ്ങനെയാണ് താരങ്ങൾ. 8 കോടി ബഡ്ജറ്റ് പ്രതീക്ഷിക്കുന്ന ഈ സിനിമ ആദ്യ 9 ദിവസം കൊണ്ട് കേരള കളക്ഷനായി കളക്ട് ചെയ്തത് 8 കോടി 96 ലക്ഷം രൂപയായിരുന്നു. ഇന്നലെ ശനിയാഴ്ച ഈ സിനിമയുടെ കേരള കളക്ഷൻ 67 ലക്ഷം രൂപയാണ്. അങ്ങനെ ആദ്യ 10 ദിവസം കൊണ്ട് 9 കോടി 63 ലക്ഷം രൂപയാണ് ഈ സിനിമ കേരള കളക്ഷനായി മാത്രം സ്വന്തമാക്കിയിട്ടുള്ളത്. 11-ാം ദിവസമായ ഇന്ന് ഞായറാഴ്ച ഈ സിനിമയുടെ കേരള കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് ഏകദേശം 90 ലക്ഷം റേഞ്ചിലാണ്. അങ്ങനെ ആദ്യ 11 ദിവസം കൊണ്ട് കേരള കളക്ഷനായി 10 കോടി 50 ലക്ഷത്തോളം കളക്ട് ചെയ്തിരിക്കുന്ന ഈ സിനിമ 11 ദിവസം കൊണ്ട് വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷനായി 15 കോടിക്ക് മുകളിലാണ് നേടിയെടുത്തിട്ടുള്ളത്. ഇനി മോഹൻലാൽ, മുരളി ഗോപി, പൃഥ്വിരാജ് ടീമിന്റെ എമ്പുരാൻ എന്ന സിനിമയിലേക്ക് വന്നാൽ ചിത്രം ലോകമെമ്പാടുമായി ആദ്യ 23 ദിവസം കൊണ്ട് ബിസിനസ് ഉൾപ്പെടെ 325 കോടി നേടിയെടുത്ത് മലയാള സിനിമയ്ക്ക് അഭിമാനമായി മാറിയിരിക്കുന്നു എന്ന പോസ്റ്റർ ഇന്നലെ പുറത്തു വന്നിരുന്നു. ഈ 325 കോടിയിൽ 266 കോടി രൂപ GCC ഓവർസീസ് റെസ്റ്റ് ഓഫ് ഇന്ത്യ കേരള കളക്ഷനായി മാത്രം ലഭ്യമായതാണ്. ബാക്കി തുക ബിസിനസ്സിലൂടെ ലഭിച്ചതും. ഏപ്രിൽ 24 OTTയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഈ സിനിമയുടെ വിദേശ രാജ്യങ്ങളിലെയും റെസ്റ്റ് ഓഫ് ഇന്ത്യയിലുമൊക്കെ ഫൈനൽ കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. നിലവിൽ കേരളത്തിൽ 86 കോടി റേഞ്ചിൽ കളക്ഷൻ നേടിയെടുത്തിരിക്കുന്ന എമ്പുരാന്റെ റെസ്റ്റ് ഓഫ് ഇന്ത്യയുമായി ബന്ധപ്പെട്ട കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ കർണാടകയിലാണ് ഏറ്റവും കൂടുതൽ കളക്ഷൻ ഈ സിനിമ നേടിയെടുത്തിട്ടുള്ളത്. 12 കോടി 70 ലക്ഷം രൂപയാണ് ഈ സിനിമയുടെ കർണാടക കളക്ഷൻ. തമിഴ്നാട്ടിൽ നിന്ന് 9 കോടി 10 ലക്ഷവും നോർത്ത് ഇന്ത്യയിൽ നിന്ന് 8 കോടി 90 ലക്ഷവും കരസ്ഥമാക്കിയ സിനിമ ആന്ധ്ര, തെലങ്കാന കളക്ഷനായി 3 കോടി 75 ലക്ഷം രൂപയും സ്വന്തമാക്കി. ടോട്ടൽ 34 കോടി 45 ലക്ഷം രൂപയാണ് റെസ്റ്റ് ഓഫ് ഇന്ത്യ കളക്ഷനായി നേടിയെടുത്തിരിക്കുന്നത്. അതേസമയം റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയെടുത്ത മലയാള സിനിമകളുടെ പട്ടികയിൽ എമ്പുരാന് 2ാം സ്ഥാനം മാത്രമാണ് നിലവിലുള്ളത്. 95 കോടി 63 ലക്ഷം കളക്ട് ചെയ്ത മഞ്ഞുമൽ ബോയ്സ് ആണ് നിലവിൽ 1ാം സ്ഥാനത്ത് തുടരുന്നത്. അതുപോലെ തന്നെ നോർത്ത് ഇന്ത്യൻ കളക്ഷനിൽ 8 കോടി 90 ലക്ഷം നേടിയെടുത്ത എമ്പുരാന് ഉണ്ണിമുന്തന്റെ മാർക്കോ നേടിയെടുത്ത 1ാം സ്ഥാനത്തിന് തൊട്ടു പിന്നിലായി 2ാം സ്ഥാനം മാത്രമേ നിലനിർത്താനായിട്ടുള്ളൂ. കേരള ബോക്സ് ഓഫീസിലും എമ്പുരാൻ നിലവിൽ 2ാം സ്ഥാനത്താണ് തുടരുന്നത്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയെടുത്ത മലയാള സിനിമകളുടെ പട്ടികയിൽ ടോവിനോ തോമസിന്റെ 2018 തന്നെയാണ് ഇപ്പോഴും മുന്നിൽ നിൽക്കുന്നത്. 89 കോടി രൂപയാണ് ആ സിനിമയുടെ കളക്ഷൻ. അതേസമയം ലോകമെമ്പാടുമായി ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയെടുത്ത മലയാള സിനിമകളുടെ പട്ടികയിൽ 1ാം സ്ഥാനം നേടിയെടുത്ത് എമ്പുരാൻ വളരെ മുന്നിലുമാണ്. മമ്മൂട്ടി കമ്പനിയുടെ 7ാമത്തെ സിനിമയായ കളങ്കാവലിന്റെ സെക്കൻഡ് ലുക്ക് പോസ്റ്റർ ഇന്ന് പുറത്തിറങ്ങി. നവാഗതനായ ജിതിൻ കെ ജോസ് ആണ് ഈ സിനിമ സംവിധാനം ചെയ്തിട്ടുള്ളത്. വിനായകൻ നായകനും മമ്മൂട്ടി പ്രതിനായകനുമായ ഈ സിനിമയുടെ തിരക്കഥ തയ്യാറാക്കിയിട്ടുള്ളത് ജിഷ്ണു ശ്രീകുമാർ, ജിതിൻ കെ ജോസ് എന്നിവർ ചേർന്നാണ്.
മെഗാസ്റ്റാർ മമ്മൂട്ടിയുടെ മുഖത്തിന്റെ ശ്രദ്ധേയമായ ഒരു ക്ലോസപ്പ് പോസ്റ്ററിൽ കാണാം. ഭയാനക ഭാവത്തോടെയുള്ള മമ്മൂട്ടിയുടെ ചിത്രത്തോടൊപ്പം ചില മുഖങ്ങൾ ചോദ്യങ്ങൾ ഉയർത്തുന്നു, ഉത്തരങ്ങളല്ല എന്ന നിഗൂഢമായ അടിക്കുറിപ്പും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ചിത്രം മെയ് അവസാന വാരം അല്ലെങ്കിൽ ജൂൺ ആദ്യവാരം തിയേറ്ററിലെത്തും എന്നാണ് മനസ്സിലാക്കാനാകുന്നത്. ഈ സിനിമകളെ കുറിച്ചും വീഡിയോ സംബന്ധമായി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി പറയുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. പുതിയ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.